നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാനൊന്ന് സംസാരിക്കാം. ഗംഗേ, ഓം നമഃ ശിവായ. നിന്റെ വിഗ്രഹം നമുക്ക് കണ്ടെത്താം. ഇപ്പൊ ഇത് നിർത്തൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിനക്ക് അടുക്കളയില് ജോലിയൊന്നുമില്ലേ? പോയേ. ഇവള് പൂജ ചെയ്തവര് നിർത്തിയില്ലേ? ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ? ഇവള് ആ വിഗ്രഹത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. ഓം നമഃ ശിവായ. ഗംഗേ, ഇത് മതിയാക്ക്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ ഭഗവാനെ കൊണ്ടുവരൂ. വേറെ ഒരു പരിഹാരവും ഇതിനില്ല. വിഗ്രഹം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവളെ പിടിച്ചിറക്കാമേ. വേണ്ട, ഓം നമഃ ശിവായ. ഭഗവാനെ പൂജിച്ചോണ്ടിരിക്കുമ്പോ അത് ചെയ്യാൻ പാടില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഗംഗയെ ആരും ശല്യപ്പെടുത്തണ്ട. അവള് പൂജ നടത്തട്ടെ. നിങ്ങൾ ചെല്ല്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ കാര്യത്തിൽ നമ്മളെല്ലാരും നിരപരാധികളല്ലേ നാത്തൂനെ? ഗംഗ പൂജ നടത്തി വിഗ്രഹം കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ, അല്ലാതെ എന്തു പറയാൻ? ഞാൻ എന്തായാലും മഹിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഗംഗേ, നിന്റെ ഭഗവാൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ. അവരൊളിച്ചു വെച്ച വിഗ്രഹത്തിന്റെ കാര്യം എങ്ങനെ ഇപ്പൊ ഗംഗയെ അറിയിക്കുക? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഗംഗേ, ഓം നമഃ ശിവ. നീ എന്നെ വിളിക്കണ്ട, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. അതെന്താ പുറത്തിറങ്ങാത്ത? എന്റെ ഭഗവാനെ കാണാനില്ല. ആ വിഗ്രഹം തിരിച്ചു കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വരില്ല. ഓം നമഃ ശിവായ. ഗംഗയെ ഞാൻ പുറത്തിറക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഞാനീ പന്തുകൊണ്ട് ഗംഗയെ എറിയും. അല്ലെങ്കിൽ പുറത്തു വാ. ഇല്ല, എന്ത് വന്നാലും ഞാൻ പുറത്തിറങ്ങില്ല. ഞാൻ എറിയും. ഗംഗനെ പുറത്തിറക്കും. ഓം നമഃ ശിവായ. മോളെ, അരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ ക്ഷമിക്കണേ. അറിയാതെ ചെയ്തതാ, ക്ഷമിക്കണേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ദേവേന്റി, 3-4 ദിവസം കൂട്ടിയിട്ടാ ഞാൻ ഇന്ന് ഓഫീസിൽ പോയത്. ഇന്നത്തെ മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ പൊളിച്ചു അല്ലേ മഹേട്ടാ? കൺഗ്രാറ്റുലേഷൻസ്. ഇനി മുതൽ മുടങ്ങാതെ ഓഫീസിൽ പോണം. നിന്റെ പ്രസൻസ് മഹിക്കൊരു സഹായാവൂലോ. അമ്മേ, ആ ഗംഗയുടെ കാര്യം എന്തായി? ഗംഗയുടെ എന്ത് കാര്യം? മഹേട്ടൻ എന്തിനാ ഗംഗയുടെ കാര്യം തിരക്കുന്നേ? ഒരു പ്രശ്നം ഉണ്ടായി മോളെ. ഗംഗയുടെ ശിവഭഗവാന്റെ വിഗ്രഹം പെട്ടെന്ന് കാണാതായി.
അതിനുശേഷം അവള് പൂജാമുറി കയറി കയ്യിൽ കർപ്പൂരം കത്തിച്ചിരിക്കാൻ തുടങ്ങി. അവൾ ഇപ്പോഴും പൂജാമുറി തന്നെയാണോ? അവിടെ തന്നെയാ. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ആ വിഗ്രഹം കിട്ടാതെ അവള് പൂജ അവസാനിപ്പിക്കില്ല എന്ന ഭാവത്തില. മോനെ, നീ ഇപ്പൊ വന്നത് നന്നായി. നീ ചെന്ന് ഗംഗയുടെ പൂജാമുറിക്ക് പുറത്തിറങ്ങാൻ പറ. അല്ലെങ്കിൽ അവളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. മഹിയേട്ടന്റെ ശ്രദ്ധ കിട്ടാനായി അവൾ ഇവിടെ ഉരുന്ന് കാട്ടിക്കൂട്ടുവാണല്ലോ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഗംഗേ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്റെ വിഗ്രഹം തിരികെ കിട്ടാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നിന്റെ വിഗ്രഹം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എന്റെ ഉറപ്പ് ശ്രീ മഹേശ്വരനിലാണ്. ഇതിവിടെ അഹങ്കാരോ? ഇങ്ങനെയൊക്കെ ചെയ്ത് അപകടം ഉണ്ടാക്കിയ നമ്മളല്ലേ സമാധാനം പറയേണ്ടത്? നമ്മൾ എല്ലാരും കൂടി ഇവളെ തീ പൊള്ളിച്ചെന്ന് പുറത്തുള്ളവരോട് പറയാലോ. ഗംഗേ, മതി നിന്റെ പൂജ, പുറത്തേക്ക് ഇറങ്ങാം. ഇല്ല, എന്റെ വിഗ്രഹം കിട്ടാതെ ഞാൻ ഈ പൂജ നിർത്തില്ല മഹിയേട്ടാ. ഈ പൂജ ഇവിടെ അനുവദിക്കാനാവില്ല. ഇതിവിടെ പറ്റില്ല. മഹിയേട്ടാ, എന്റെ വിഗ്രഹം കണ്ടു കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. നീ ഇവിടെ തപസിരിക്കാൻ തീരുമാനിച്ചിരിക്കണോ? തപസ്സൊന്നുമല്ല, എന്റെ വിഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയാ. ഇതൊക്കെ ഇവളുടെ അടവാണമ്മേ. ഇവിടെ വന്നപ്പോ മുതല് ഇവൾ ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. ഇവളെ അച്ഛൻ വിളിച്ചു വരുത്തിയതുകൊണ്ടാ നമ്മൾ ക്ഷമിക്കുന്നത്. പുറത്തിറങ്ങിയില്ലെങ്കിൽ പിടിച്ചിറക്കണം. അല്ല എന്താ ചെയ്യുക? ഗംഗേ, നിന്റെ വിഗ്രഹം കാണാതെ പോയെങ്കിലേ അത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഈ അതിക്രമം കാണിച്ച് എങ്ങനെ ശരിയാവും? നീ ഞങ്ങളെ ടെൻഷൻ ആക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്, ഈ പൂജ പൂർത്തിയാവുമ്പോ എന്റെ ഭഗവാൻ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. നമ്മൾ എല്ലാരും പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ലല്ലോ. പാവം, അവളുടെ ഒരു ചെറിയ കാര്യത്തിനല്ലേ ഈ പൂജ. അവളുടെ ആഗ്രഹം ഭഗവാൻ നടത്തിക്കൊടുക്കട്ടെ അളിയാ. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? മനുഷ്യന് ഭക്തിയാവാം, പക്ഷെ അത് അന്ധമായ ഭക്തി ആവരുത്. രേഷ്മേ, പോകാം. ഈ വിഗ്രഹങ്ങളൊക്കെ കല്ലും മണ്ണും മാത്രമാണ്. അതിൽ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് സഹതാപേ ഉള്ളൂ. മഹിയേട്ടാ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. നീ ഈ പരിപാടി ഇപ്പൊ തന്നെ നിർത്തി പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോണം. മഹിയേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. അനുസരിക്കാതിരുന്ന നിനക്കാണ് ദോഷം. നിനക്ക് വിശക്കുന്നില്ല ഗംഗേ? നീ എത്ര നേരമായി ഇവിടെ പൂജ നടത്തുന്നു? ദേ, കിച്ചണിലെ സീമേച്ചി നല്ല ചിക്കൻ കറിയും കപ്പയും കരിമീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു. നിനക്ക് വേണോടി? വാ. രശ്മേ, വേണ്ട. അവള് പൂജ നടത്തിയ വിഗ്രഹം കിട്ടുമെങ്കിൽ പൂജ നടത്തട്ടെ. കുറച്ചു കഴിയുമ്പോ അവളെല്ലാം മതിയാക്കി താനെ പുറത്തു വന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.